الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربي إنهن أضللن كثيرا من الناس ومن تبعني فإنه مني ومن عصاني فإنك غفور رحيم ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അള്ളാഹുവിനെ യഥാവിധി സൂക്ഷിക്കാൻ മുഴുവൻ വിശ്വാസികളോടും അതുപോലെ എന്നോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്വഭാവ സവിശേഷതകളെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം കാണിച്ച ധീരമായ ആദർശപരമായ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെയധികം അനുകമ്പയുള്ള ഒരാളായിരുന്നു. ഭയങ്കര അനുകമ്പാണ് എല്ലാ മനുഷ്യരോടും, മാനവരാശിയോടും, മുഴുവൻ ജനങ്ങളോടും അനുകമ്പയും സ്നേഹവും, വല്ലാതെ അലിവുള്ള സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഇത് പറയുന്ന ചില സന്ദർഭങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നൊരു സന്ദർഭം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ്. അതായത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല മാലാഖമാരെ അയക്കുകയാണ്. അങ്ങനെ ഈ മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സന്ദർശിക്കണം. ഒരു മനുഷ്യരൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സന്ദർശിക്കണം. അങ്ങനെ അവർ വന്ന ഉടനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കാളക്കുട്ടിയെ, അവർ വരുമ്പോൾ തന്നെ ഒരു കാളക്കുട്ടിയെ അറുത്ത് അവരുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് പറയുന്നത്. ആദ്യം പറഞ്ഞു, ഞങ്ങൾ മനുഷ്യരല്ല, ഞങ്ങൾ മാലാഖമാരാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വന്നാണ്. ഒരു സന്തോഷവാർത്ത അറിയിക്കാനും മറ്റൊരു ജനതയെ നശിപ്പിക്കാൻ പോവുകയാണ്, ആ വിവരം അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സന്തോഷവാർത്ത എന്താ? സാറാ ബീവിക്ക് ഇസ്ഹാക്ക് എന്ന മകനെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കാനാണ് വന്നത്. രണ്ടാമത്തെ കാര്യം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായം പരിധി വിട്ടിട്ടുണ്ട്.
ആ സമുദായത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യണ്? അള്ളാഹു ഈ മലക്കുകളോട് പറയാണ്, അങ്ങനെ തർക്കിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞത്, യുജാദിലൂന ഫീ ഖൗമി ലൂത്ത്. ഇബ്രാഹിം നമ്മോട് ലൂത്തിന്റെ സമുദായത്തിന് വേണ്ടി തർക്കിച്ചു. യുജാദിലൂന ആ വാക്കാണ് ഖുർആൻ ഉപയോഗിച്ചത്. അപ്പം ആലോചിച്ച് നോക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സമുദായത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ ആ സമുദായം അത്രമാത്രം അക്രമികളും പരിധി വിട്ടവരുമായിരിക്കും. അത്രയും മോശപ്പെട്ടൊരവസ്ഥയിലെത്തിയ മാത്രമാണ് അള്ളാഹുവിൻ്റെ ഇടപെടൽ ഉണ്ടാവുള്ളൂ. അത്രമാസം മോശപ്പെട്ട പരിധി വിട്ട ഒരു അക്രമി സമൂഹത്തിന് വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വാദിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ആ സമുദായത്തെ ശിക്ഷിക്കുന്നത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം വാദിക്കുകയാണ്, അത് വേണ്ട, അവർ ശിക്ഷിക്കേണ്ട, ഒൽപ്പം കൂടി സമയം കൊടുക്കണം. ഈ രീതിയിൽ അതാണ് ഖുർആൻ പറയും, യുജാദിലൂന, നമ്മോട് അദ്ദേഹം തർക്കിക്കണം ഫീ ഖൗമി ലൂത്ത്, ലൂത്തിന്റെ ജനതയ്ക്ക് വേണ്ടി. ഇത് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ തർക്കിച്ച അള്ളാഹുമായി നടത്തിയ തർക്കത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ട് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിമർശിക്കല്ലേ ചെയ്യുന്നത്. എന്നിട്ട് ഉടനെ അള്ളാഹു പറഞ്ഞു, ഇന്ന ഇബ്രാഹിമ ലഹലീമുൻ അവ്വാഹും മുനീബ്. ഇന്ന ഇബ്രാഹിമ, തീർച്ചയായും എൻ്റെ ഇബ്രാഹിം. അള്ളാഹു ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ജനതയ്ക്ക് വേണ്ടി അവരെ ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി നടത്തിയ ആ ശ്രമത്തിന് അനുകൂലിച്ചുകൊണ്ട് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ മനസ്സിനെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇന്ന ഇബ്രാഹിമ, തീർച്ചയായും ഇബ്രാഹിം ഹലീം അവ്വാഹും മുനീബ്. അലി ഹലീം എന്ന് പറഞ്ഞാൽ വളരെയധികം വിനയാന്വിതനായ, അള്ളാഹുലേക്ക് മടങ്ങുന്ന, അതോടൊപ്പം അവ്വാഹ്, സ്നേഹമുള്ള, മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്ന, ആരും കഷ്ടപ്പെടരുത്, എല്ലാവരും രക്ഷപ്പെടണം. ഈ ഒരു മനസ്സിന്റെ ഉടമയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ ഇബ്രാഹിം മില്ലത്ത് ആഗ്രഹിക്കുന്ന, അങ്ങനെ ആ മില്ലത്തിലായിക്കൊണ്ട് രണ്ട് ലോകത്ത് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിലും ഒരാളോട് വിരോധം ഉണ്ടാവാൻ പാടില്ല. വിരോധം ഉണ്ടാവാൻ പാടില്ല എന്നല്ല, എത്ര മോശപ്പെട്ടവനാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ വിരോധമല്ല, മറിച്ച് അവർ രക്ഷപ്പെടണം, അവർ നന്നാവണം എന്ന ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാവേണ്ടത്. പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുറത്താക്കുന്ന രംഗമുണ്ട്. നീ ഞങ്ങളുടെ ആരാധ്യന്മാർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ, നിന്നെ ഞാൻ എറിഞ്ഞാട്ടും. നീ ഈ പരിപാടി നിർത്തിയിട്ടില്ലെങ്കിൽ, ഈ ആദർശ പോരാട്ടത്തിന്റെ പേരിൽ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ നീ വിമർശിക്കുന്നത് നിർത്തിയിട്ടില്ലെങ്കിൽ, ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ, ഞാൻ നിന്നെ എറിഞ്ഞാട്ടും. അങ്ങനെ ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചെറുപ്പത്തിൽ തന്നെ വാപ്പ പുറത്താക്കുന്നു. ആ പുറത്താക്കിയിട്ട് പോകുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വാക്കുണ്ട്, എന്താണ്? സലാമുൻ അലൈക, പിതാവേ, അദ്ദേഹം പറഞ്ഞ ഖാല, എൻ്റെ ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പറയണേ, സലാമുൻ അലൈക, അള്ളാഹുവിൻ്റെ സമാധാനം അങ്ങേക്ക് ലഭിക്കട്ടെ. സഅസ്തഗ്ഫിർ ലക റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് അങ്ങേക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നാലിച്ച് നോക്കൂ, പാപ പുറത്താക്കുന്ന സമയത്ത് വളരെയധികം വേദനയോടുകൂടി സ്വന്തം മാതാവിനും സ്വന്തം വീടും വിട്ടുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴും ആ പിതാവിന് വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഓതിയ ആയത്ത് എന്താണ്? ഞാൻ ഓതിയ ആയത്ത് സൂറത്ത് ഇബ്രാഹിമിലെ 36-ാമത്തെ ആയത്താണ്. റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്, അല്ലാഹുവേ, എൻ്റെ രക്ഷിതാവേ, തീർച്ചയായും വിഗ്രഹങ്ങൾ മനുഷ്യരെ വളരെയധികം സന്മാർഗത്തിൽ നിന്ന് പിഴപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. എന്നിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയണേ, ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, ഫമൻ തബിഅനി, ചില ആളുകൾ എന്നെ പിൻപറ്റി. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരന്തരമായി ശിർക്കിനെതിരെ പോരാട്ടം നടത്തി. ശിർക്കിന്റെ ആ നിരർത്ഥകത അദ്ദേഹം നിരന്തരമായ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത്, വ്യത്യസ്തമായ ശൈലിയിലൂടെ അദ്ദേഹം ആ ജനതയെ നിരന്തരമായി രാവും പകലും ആ ജനതയോടുള്ള ഗുണകാംക്ഷയുടെ പേരിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇന്ന ഇബ്രാഹിം ഹലീമുൻ അവ്വാഹും മുനീബ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്നേഹം കൊണ്ട് ജനങ്ങൾ ഓരോരുത്തരും അദ്ദേഹം നേരിട്ട് കാണാൻ തുടങ്ങി.
അങ്ങനെ നിരന്തരമായി അവരെ ബോധ്യപ്പെടുത്തി, നിങ്ങൾ ഈ ശിർക്കുമായി മരണപ്പെട്ടാൽ, ഈ ഈ ആരാധ്യ വസ്തുക്കളുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ 2 ലോകവും നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്ന രീതി നിരന്തരമായി ഉപദേശിച്ച, വസിയത്ത് നൽകിയ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏതൊക്കെ രീതിയിൽ ആ ജനത ഉപദ്രവിച്ചു, ഏതൊക്കെ രീതിയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ ശപിച്ചു, ഏതൊക്കെ രീതിയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒറ്റപ്പെടുത്തി, എന്തെല്ലാം അക്രമങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങൾ ഒരു മനുഷ്യൻ, ഒരു ജനത ഒന്നടങ്കം ഒരു മഹാനായ, വളരെയധികം അങ്ങേറ്റം സ്നേഹനിധിയായ ആ മഹാനായ മനുഷ്യനോട് ഇവർ ക്രൂരതകൾ പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ പരിസമാപ്തി എന്തായിരുന്നു? പരിസമാപ്തി അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. നിങ്ങൾ ഈ ചെയ്യുന്ന ഈ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അള്ളാഹു അല്ലാത്തവർക്ക് നിങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ഈ നേർച്ചകളും വഴിപാടുകളും ആരാധനകളും, അതെല്ലാം നിരർത്ഥകമാണ് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട്, എന്നിട്ടും അതിലേക്ക് വലിച്ചെറിഞ്ഞ, തന്നെ തീജ്വാലയിലേക്ക് എറിഞ്ഞ, തൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാൻ കാരണക്കാരായ, തൻ്റെ മാതാവിൽ നിന്നും തൻ്റെ പിതാവിൽ നിന്നും തന്നെ അകറ്റുന്നതിന് കാരണക്കാരായ, തൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്തു പോകാൻ കാരണക്കാരായ, എല്ലാ അർത്ഥത്തിലും ജീവിതം മുഴുവനും തന്നെ ഉപദ്രവിച്ച, അങ്ങനെ തീജ്വാലയിലേക്ക് പോലും എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച ആ ജനതയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ താല്പര്യമാണ് ഇവിടെ പറയുന്നത്. ഇത്രയൊക്കെ ഉപദ്രവിച്ച ജനതയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്താണ് താല്പര്യം? എന്താ താല്പര്യം? അതാണ് പറയുന്നത്. കുറച്ചാളുകൾ എന്നെ പിൻപറ്റി, ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി, അവർ എന്നിൽപ്പെട്ടവരാണ്. പക്ഷേ വമൻ അസാനി, എന്നാൽ കുറച്ചാളുകൾ എന്നെ ധിക്കരിച്ചു, എന്നെ തള്ളിക്കളഞ്ഞു, അവഹേളിച്ചു, എന്നെ ഒറ്റപ്പെടുത്തി, എന്നെ കൊന്നുകളയാൻ ശ്രമിച്ചു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറയുന്നത്? ഫഇന്നക ഗഫൂറുർ റഹീം, ഫഇന്നക, തീർച്ചയായും നീ, ഗഫൂറിൻ, ഏറ്റവും പുറത്തു കൊടുക്കുന്നതിന്, റഹീമും, ഏറ്റവും കാരുണ്യവാനുമല്ലേ. നേരിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സാധിക്കുന്നത്. കാരണം ശിർക്കിന് വേണ്ടി പണിയെടുത്തൊരു ജനതയ്ക്ക് വേണ്ടി, ശിർക്കിൽ മരിച്ചൊരു ജനതയ്ക്ക് വേണ്ടി നേരിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ ജനതയോടുള്ള സ്നേഹം കാണിക്കുക. പക്ഷെ നീ ഏറ്റവും പുറത്തു കൊടുക്കുന്നവനല്ലേ, നീ കാരുണ്യവാനല്ലേ. ആ ജനതയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ താല്പര്യമാണ് പറയുന്നത്. എല്ലാ പ്രവാചകന്മാരുടെയും പ്രത്യേകതയാണ്. എല്ലാ പ്രവാചകന്മാരും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്തിലാണ്. എല്ലാ പ്രവാചകന്മാർക്കും ഇതേ സ്വഭാവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ, ഒരു ജനതയിലേക്ക് ഒരു പ്രവാചകൻ ഇറങ്ങി, എന്നിട്ട് ജനങ്ങളെ പ്രബോധനം ചെയ്തു, ജനങ്ങളെ ദഅവത്ത് ചെയ്തു. കാരണം എന്താ? ജനങ്ങൾ രക്ഷപ്പെടണം. ഐഹിക ലോകത്തും പരലോകത്തും ജനങ്ങൾക്കൊരു പരാജയം ഉണ്ടാവാൻ പാടില്ല എന്ന് മനസ്സിലാക്കി ജനങ്ങളോടുള്ള ആ താല്പര്യത്തിൻ്റെ പേരിൽ ആ പ്രവാചകൻ ജനങ്ങളിലേക്ക് ഇടയിലേക്ക് ഇറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ, ജനത ആക്രമിച്ചു. പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി കടന്നു വന്ന സാത്വികനായ മഹാനായ പ്രവാചകനെ ജനങ്ങൾ ആക്രമിച്ചു. അങ്ങനെ മുഖത്തേക്ക് അടിയേറ്റിട്ട് അദ്ദേഹത്തിൻ്റെ വായയിൽ നിന്നും രക്തം ചീറ്റി. ആ രക്തം പുറത്തേക്ക് തുപ്പിയിട്ട് ആ പ്രവാചകൻ തുപ്പി ഉടനെ പറയണം, അല്ലാഹുവേ, ഈ ജനതയ്ക്ക് നീ പുറത്തു കൊടുക്കണേ. ഇതാണ് പ്രവാചകന്മാരുടെ പ്രത്യേകത. ഇതാണ് മില്ലത്ത് ഇബ്രാഹിം. ആക്രമിച്ചവർക്കും ഉപദ്രവിച്ചവർക്കും എല്ലാവർക്കും നന്മ വരുന്നതിന് വേണ്ടി, എല്ലാവരോടും അനുകമ്പയുള്ള, സ്നേഹമുള്ള ഒരു മനസ്സിനുടമയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ പറഞ്ഞ ആയത്ത്, സൂറത്ത് ഇബ്രാഹിമിലെ ഈ ആയത്ത് പ്രവാചകൻ ഇങ്ങനെ ഒരു ഓതുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് എത്തിയപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരയാൻ തുടങ്ങി. എന്താ കരയാൻ കാരണം? തൻ്റെ ജനതയോടുള്ള മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ട് പോലും ആ പ്രവാചകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയോട് കാണിച്ച ഗുണകാംക്ഷയും സ്നേഹവും ആലോചിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിക്കരയാൻ തുടങ്ങി. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ജനതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആ ഭാഗമെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. അങ്ങനെ വീണ്ടും റസൂലുള്ളാഹി ഖുർആൻ ഓതി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന എത്തി. തന്നെ ആക്രമിച്ച ജനതയ്ക്ക് വേണ്ടി മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന, ആ പ്രാർത്ഥനയെത്തിയപ്പോൾ റസൂലുള്ളാഹിന്റെ കൺട്രോൾ പോയി. അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ ജനതയുടെ കാര്യത്തിൽ അള്ളാഹു തൃപ്തികരമായ തീരുമാനമെടുക്കും, താങ്കളെ പ്രയാസപ്പെടുത്തുന്ന തീരുമാനമായിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ജനത ഒന്നടങ്കം അള്ളാഹുവിൻ്റെ
ആ സമാധാന ഗേഹമാകുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ ഞാൻ ഒരിക്കലും സമാധാനം തൃപ്തിപ്പെടുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. റസൂലുള്ളാഹിന്റെ സ്നേഹമാണത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്തേക്ക് ഇറങ്ങുന്നു, ആളുകൾ ആക്രമിക്കുന്നു, പ്രവാചകനെ സംബന്ധിച്ച് അവഹേളനങ്ങൾ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പ്രവാചകൻ മസ്ഹൂറാണെന്ന് പറയുന്നു, പ്രവാചകന് സിഹിർ ബാധിച്ചതാണ് എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞു നടന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിന്ന് ബാധിച്ച മജ്നൂനാണെന്ന് അവർ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ല മാ അൻത ബിനിഅ്മതി റബ്ബിക ബിമജ്നൂൻ, അല്ലാഹുവിന്റെ പ്രവാചകരെ താങ്കൾ മജ്നൂനല്ല, താങ്കൾ ജിന്ന് ബാധിച്ചിട്ടില്ല, താങ്കൾക്ക് യാതൊരു തരത്തിലുള്ള ഭ്രംശനവും സംഭവിച്ചിട്ടില്ല, പൂർണ്ണ ബുദ്ധിയുടെ ഉടമയാണ് താങ്കൾ. വഇന്നക ലഅലാ ഖുലുഖിൻ അലീം, ഉന്നതമായ സ്വഭാവത്തിന്റെ ഏറ്റവും പൂർത്തീകരണമാണ് താങ്കൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തുകയാണ്. വഖാല അൽസാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, ആ അക്രമികൾ പറയുകയാണ്, ആ സിഹിർ ബാധിച്ച മസ്ഹൂറായ ആ ഒരാളെയാണല്ലോ അവർ പിൻപറ്റുന്നത് എന്ന് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയാണ്. സിഹിർ ബാധിച്ച ആ മസ്ഹൂറായ ആളല്ലേ ഞങ്ങൾ പിൻപറ്റുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ പ്രവാചകനോടുള്ള അള്ളാഹുവിന്റെ ആ സ്നേഹം പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, വഖാലൽ ളാലിമൂന, അക്രമികളാണ് അങ്ങനെ പറയുന്നത്. ഈ രീതിയിലൊക്കെ റസൂലുള്ളാഹിനെ അവഹേളിച്ചു, റസൂലുള്ളാഹിനെ അവമതിച്ചു, റസൂലുള്ളാഹിനെ ഉപദ്രവിച്ചു, റസൂലുള്ളാഹിനെ ഇതൊക്കെ ചെയ്തു. ഇതൊക്കെ ചെയ്തപ്പോഴും റസൂലുള്ളാഹിന്റെ മനസ്സെന്താ? ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനു മുഅ്മിനീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് അപ്പോഴെന്താ? എന്താ മനസ്സ്? ലഅല്ലക ബാഖിഉൻ നഫ്സക, താങ്കൾ താങ്കളുടെ ശരീരം നശിപ്പിക്കുകയാണോ? താങ്കളുടെ ശരീരം കേടുവരുത്തുകയാണോ? എന്തിന്? ഈ ജനങ്ങൾ മുഅ്മിനീങ്ങളാവാത്തതിന്റെ പേരിൽ. ആര്? റസൂലുള്ളാഹിനെ ഉപദ്രവിക്കുന്ന ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവഹേളിക്കുന്ന ആളുകൾ മുഅ്മിനീങ്ങളാവാത്തതിന്റെ പേരിൽ അവർ രക്ഷപ്പെടില്ലല്ലോ, അവർക്ക് നാളെ ഖബറിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ, മരണസമയത്ത് അവർ പ്രയാസപ്പെടുമല്ലോ, ഖബർ ശിക്ഷ അവർ അനുഭവിക്കേണ്ടി വരുമല്ലോ, വിചാരണ സമയത്ത് അവർ പ്രയാസപ്പെടുമല്ലോ, നരകശിക്ഷയുടെ കാഠിന്യത്തിന്റെ കഠോരമായ ഭീകരതയിലേക്ക് അവർ എടുത്തെറിയപ്പെടുമല്ലോ എന്ന ചിന്തയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വസ്ഥനാവുകയും അങ്ങേയറ്റത്തെ ദുഃഖിതനാവുകയും ചെയ്തുകൊണ്ട് പ്രവാചകൻ രാപ്പകലുകൾ തള്ളി നീക്കുന്നത് സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, പ്രവാചകരെ ലഅല്ലക ബാഖിഉൻ നഫ്സക, അങ്ങയുടെ ശരീരം നശിപ്പിക്കുകയാണോ, കേടുവരുത്തുകയാണോ? അല്ലാ യകൂനു മുഅ്മിനീൻ, അവർ മുഅ്മിനീങ്ങളാവാത്തതിന്റെ പേരിൽ. അപ്പോൾ ഒരു ഇബ്രാഹിമി മില്ലത്ത് സ്വീകരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സ്വീകരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാടെന്താ? ഒരാളോടും വിരോധം ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിനെ നമുക്ക് തോഫീക്കുമാറാകട്ടെ. ഒരാളോടും വിരോധമില്ല, എല്ലാവരോടും നന്മ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും, സസ്യലതാദികളോടും, ജീവജാലങ്ങളോടും, എല്ലാത്തിനോടും സ്നേഹമുള്ള, എല്ലാത്തിനും നന്മ ആഗ്രഹിക്കുന്ന, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന എന്താ? അദ്ദേഹം റബ്ബിജൽ ഹാദൽ ബലദൻ ആമിന, അല്ലാഹുവേ എൻ്റെ രാജ്യത്തെ നിർഭയത്വമുള്ള രാജ്യമാക്കണമേ. ഒരു വിശ്വാസി ആ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളാണ്, ഒരു വിശ്വാസി രാജ്യത്തെ ജനങ്ങളെ സ്നേഹിക്കുന്ന ആളാണ്, ഒരു വിശ്വാസി മനുഷ്യരെ മുഴുവൻ സ്നേഹിക്കുന്ന ആളാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രവർത്തിക്കുന്നത് ഇബ്രാഹിമി മില്ലത്തിലായിക്കൊണ്ടാണ്. മഹാരഥന്മാരായ പ്രവാചകന്മാർ കടന്നു വന്ന ആ മാർഗത്തിലാണ്. നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുക, എല്ലാവരോടും സ്നേഹവും അനുകമ്പയുമുള്ളവരാവുക, ഒരാളോടും വെറുപ്പില്ലാത്ത സംശുദ്ധമായ സ്ഫടിക സമാനമായ മനസ്സിൻ്റെ ഉടമകളായി മാറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് അനസ് റളിയല്ലാഹു അൻഹു, അനസേ ഞാൻ രാവിലെ പുറത്തേക്ക് ഇറങ്ങും. അനസ് റളിയല്ലാഹു പറയാണ്, ഞാൻ രാവിലെ പുറത്തേക്ക് ഇറങ്ങും. രാവിലെ പുറത്തേക്ക് ഇറങ്ങി ഞാൻ തിരിച്ചു വന്നാൽ വൈകുന്നേരം രാത്രിയായി ഞാൻ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് ഒരുപാട് ആളുകൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, ചിലരെന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടാകും, ചില ആളുകൾ എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ടാവും, ചില ആളുകൾ എന്നെ പരിഹസിച്ചിട്ടുണ്ടാവും, ചില ആളുകൾ എന്നെ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ടാവും. ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം അവസാനിച്ച് റസൂലുള്ളാഹി രാത്രി ശാന്തമായി ബെഡിൽ കിടന്ന് റസൂലുള്ളാഹിന്റെ ആ വിരിപ്പിൽ കിടന്നുറങ്ങാൻ വേണ്ടി പ്രവാചകൻ കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വന്തം മനസ്സിലേക്കൊന്ന് നോക്കും. ആ നോക്കിയപ്പോൾ ഒരാളോടും വെറുപ്പില്ല,
ഇതൊക്കെ ചെയ്ത് ഓരോരുത്തരെയും അവരെക്കുറിച്ച് ഓർക്കുന്നു പോലുമില്ല. അവർക്ക് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, അവരുടെ നന്മയെ ആഗ്രഹിച്ചുകൊണ്ട്, അവരുടെ ഗുണകാംക്ഷയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പ്രവാചകൻ തൻ്റെ മനസ്സിലേക്ക് നോക്കുമ്പോൾ ഒരാളോടും വിരോധമില്ലാത്ത സംശുദ്ധമായ പരിശുദ്ധമായ മനസ്സോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നുറങ്ങും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ അനസേ, വദാലിക മിൻ സുന്നത്തി, ഇതാണ് എൻ്റെ സുന്നത്ത്, ഇതാണ് എൻ്റെ സുന്നത്ത്. എൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരം പോലെയുള്ള ചില ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കൽ മാത്രമല്ല, അതൊരു വിശ്വാസിയുടെ ലക്ഷണം തന്നെയാണ്. പക്ഷേ എൻ്റെ സുന്നത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ സുന്നത്ത് ഏതാ? വദാലിക മിൻ സുന്നത്തി, അതാണ് എൻ്റെ സുന്നത്ത്. എന്ത്? ഒരാളുടെ വെറുപ്പില്ലാതെ കിടന്നുറങ്ങ. ഇതാണ് മില്ലത്ത് ഇബ്രാഹിം, ഇതാണ് പ്രവാചകന്മാർ മുഴുവൻ കാണിച്ചു വന്ന ആ മാതൃക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വമൻ ഹബ്ബ സുന്നത്തി, ആരെങ്കിലും എൻ്റെ ഈ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കാന മഅയ ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും. എൻ്റെ കൂടെ സ്വർഗത്തിലാകുന്നത് ഈ മനസ്സിൻ്റെ ഉടമകൾക്കാണ്. നമസ്കാരം നിലനിർത്തണം, അതുപോലെ തന്നെ ആരാധനാകർമ്മങ്ങൾ നിലനിർത്തണം, അതോടൊപ്പം ജനങ്ങളോട് ഗുണകാംക്ഷയുള്ള. അപ്പൊ ജനങ്ങളോട് ഗുണകാംക്ഷ കാണിക്കുന്നത് എങ്ങനെ? അയൽവാസി പട്ടിണി എടുക്കുന്നു, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നത് എന്നിൽപ്പെട്ടവനല്ല എന്നത് പ്രാവർത്തികമാക്കുന്നവനാണ്. അയൽവാസിയായ ഏത് മതത്തിന്റെ വക്താക്കളാണെങ്കിലും മനുഷ്യരാണെങ്കിൽ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ വെറും പട്ടിണിന്റെ കാര്യമാണോ പറഞ്ഞത്? അല്ല. അയൽവാസിയെ സംബന്ധിച്ചുള്ള മുഴുവൻ പ്രശ്നങ്ങളിലും ഇടപെടുന്നവൻ, അവന്റെ മുഴുവൻ വേദനകളിലും പങ്കുചേരുന്നവൻ, അവന്റെ മുഴുവൻ പ്രയാസങ്ങളിലും പങ്കുചേരുന്നവൻ, അങ്ങനെ ആ പ്രയാസങ്ങളിൽ പങ്കുചേർന്ന് അവരുടെ ഒരാളായിക്കൊണ്ട് അവർക്ക് കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു മൻ, ഒരു മുസ്ലിം ആരാണ്? ഒരാൾ എപ്പോഴാണ് മുസ്ലിം ആകുന്നത്? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മറ്റുള്ള മുസ്ലിമീങ്ങൾ അയാളുടെ ശരീരത്തിൽ നിന്നും അയാളുടെ കൈകളിൽ നിന്നും നാവിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ. അതായത് ഒരു മുസ്ലിം മറ്റൊരാളെ ഉപദ്രവിക്കുന്ന ആളെ കുറിച്ച് കുറ്റം പറയില്ല. അവിടെ നിന്നോ? ആ ഹദീസ് അവിടെ അവസാനിക്കുന്നില്ല. അൽ മുഅ്മിനു മൻ, അവിടെ വീണ്ടും പറയാണ് അൽ മുഅ്മിനു മൻ, ഒരാൾ മുഅ്മിനാകുന്ന എപ്പോഴാണ്? അമിനഹുൻ നാസ് മിൻ അംവാലിഹിം വ അൻഫുസിഹിം. അവിടെ മുസ്ലിമിന്റെ കാര്യമല്ല പറഞ്ഞത്, മുഴുവൻ ജനങ്ങൾക്കും നിർഭയത്വം നൽകുന്നവൻ. ഒരു വിശ്വാസി ഒരു നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പരിസരത്തുള്ള മുഴുവൻ ആളുകൾക്കും ഈ മനുഷ്യൻ കാരണം, ആ മുഅ്മിനായ മുസ്ലിമായ മില്ലത്ത് ഇബ്രാഹിമിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അയാൾ കാരണം മനസ്സിന് സന്തോഷം. എൻ്റെ അയൽവാസി ഒരു മുസ്ലിമാണ് എന്നതിൻ്റെ പേരിൽ ഈ രാജ്യത്തെ മുഴുവൻ ഹൈന്ദവരായ സുഹൃത്തുക്കളും ക്രൈസ്തവരായ സഹോദരന്മാരും അഭിമാനത്തോടുകൂടി പറയണം, എൻ്റെ അടുത്തുള്ളത് ഒരു മുസ്ലിമാണ്, അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല, എൻ്റെ മക്കളെ അവിടെ കൊടുന്നാക്കിയിട്ട് എനിക്ക് എവിടെയും പോകാം, എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ? ഞാൻ നിർഭയനാണ്, ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം എൻ്റെ അയൽവാസി ഒരു മുസ്ലിമാണ്, എൻ്റെ നാട്ടിൽ മുസ്ലിമീങ്ങളുണ്ട്, എൻ്റെ രാജ്യത്തെ മുസ്ലിമീങ്ങളുണ്ട്. അവർ ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, രാജ്യത്തുള്ള ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അൽ മുഅ്മിനു മൻ അമിനഹുൻ നാസ് മിൻ അംവാലിഹിം വ അൻഫുസിഹിം. അപ്പോൾ ഈ നിലപാടിലേക്ക് നമ്മൾ മാറണം. അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടണം, അവരുടെ പ്രയാസങ്ങളിലൊക്കെ ഇടപെടണം, അവരുടെ കഷ്ടപ്പാടിലൊക്കെ ഇടപെടണം. നിസ്കാരം നേരെ വീട്ടിൽ പോകലല്ല. ആ നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ, ഇബാദത്തുകൾ നിർവഹിക്കുന്ന ആളുകൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന പോലെ സമൂഹത്തിൽ നമ്മളെ കൊണ്ട് ഇടപെടാൻ പറ്റുന്ന മാർഗങ്ങളിലൊക്കെ ഇടപെടണം, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കണം. അതാണ് മില്ലത്ത് ഇബ്രാഹിം, അതാണ് സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ യഥാവിധി സൂക്ഷിച്ച് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാം തന്നെ ഈദുൽ അദ്ഹ, ബലിപെരുന്നാളിൻ്റെ ആ ആഘോഷത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബലികർമ്മവുമായി ഈദുൽ അദ്ഹയുടെ അടിസ്ഥാന മർമ്മം എന്ന് പറയുന്നത് ബലികർമ്മമാണ്. ഈ ബലികർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത്, ഒരാൾക്ക് ബലികർമ്മം നിർവഹിക്കാനുള്ള സാമ്പത്തിക ശേഷി ഒരാൾക്ക് ഉണ്ടായിരിക്കെ, അതിനുള്ള ശേഷി ഉണ്ട്, അതിന് വലിയ സമ്പത്തൊന്നും വേണ്ട. നമ്മൾ എന്തിനൊക്കെ പൈസ ചിലവാക്കുന്നുണ്ട്. നമ്മൾ ഒരു മാസം, നമ്മൾ ഒരു ദിവസം ചിലവഴിക്കുന്ന പൈസയുടെ ഒരു റൂട്ട് നമ്മൾ ശരിക്കും വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലവഴിച്ച പലപ്പോഴും ഒരുപാട് പൈസകൾ അനാവശ്യമായ റൂട്ടിലായിരിക്കും, വെറും അനാവശ്യമായിട്ട്. ഒരു വിശ്വാസി എപ്പോഴും അങ്ങനെയാണ്, എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പോകണം. നമ്മൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഇതൊക്കെ ചോദ്യം ചെയ്യുന്ന പറയുന്നത്. എന്താ ചോദ്യം ചെയ്യുക? എങ്ങനെ ധനം സമ്പാദിച്ചു എന്നുള്ള ചോദ്യം ചെയ്യും. അപ്പോൾ സമ്പാദിക്കണ റൂട്ട് നമ്മൾ പരിശോധിക്കണം. എങ്ങനെയാണ് എനിക്ക് സമ്പത്ത് വരുന്നത്? എത്ര രൂപ ഇന്ന് എൻ്റെ കയ്യിൽ വന്നു? എത്ര രൂപ ഞാൻ ഏതൊക്കെ വിഷയത്തിൽ? ഒരു 10 രൂപയാണെങ്കിൽ പോലും നമ്മൾ ചെലവഴിക്കുന്നത് ഏത് രൂപത്തിലാണ്? അത് 5 രൂപയാണെങ്കിൽ പോലും ഏത് രൂപത്തിലാണ് നമ്മൾ ആ പൈസ ചെലവഴിക്കുന്നത്? ഇത് പരിശോധിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ദിവസം നമ്മൾ എത്ര പൈസ അനാവശ്യമായിട്ട് പോകുന്നത്, നമ്മളെ പൈസ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹു സുബ്ഹാനഹു വ തആല പുണ്യകർമ്മമാക്കിയ ധാരാളം നല്ല പ്രവർത്തനങ്ങൾ നമ്മളുടെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സമ്പത്ത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് അത് ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉലുഹിയത്തിൻ്റെ കാര്യം എന്താണ്? ഉലുഹിയത്തിൻ്റെ മർമ്മം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവർ എൻ്റെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല, അവരെൻ്റെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് പറഞ്ഞു. ഒരാൾക്ക് അതിനുള്ള കഴിവുണ്ടായിട്ടും ഒരാൾ ഉലുഹിയത്തിൻ്റെ ബലികർമ്മത്തിൽ പങ്കെടുക്കാൻ എന്താ, ആടാണെങ്കിൽ ഒരൊറ്റ ആട്, അതിൻ്റെ ആ നിയമങ്ങളും ഇതെല്ലാം പാലിച്ചു കൊണ്ടൊരാട്, അതിൽ ഷെയർ ആയിരിക്കും പാടില്ല, അതിൽ ഷെയർ ചെയ്യാൻ പറ്റില്ല. അതേസമയം ഒട്ടകവും അതുപോലെ തന്നെ കാളയും അതുപോലെ തന്നെ പോത്തും അങ്ങനെയൊക്കെ ആണെങ്കിൽ 7 ആൾ വരെ ഷെയർ ആവാം. ഒറ്റക്കൊരാൾക്കൊരു പോത്തിനെ വാങ്ങിക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം. ഇതിൽ ഒരു ഷെയറെങ്കിലും, ഒരു ഷെയറിന് ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഷെയറെങ്കിലും അതിൽ കൂടാനുള്ള ശ്രമം നമ്മൾ നടത്തണം, ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ ചോദിക്കുകയാണ്, മാ ഹാദിഹിൽ ഉലാഹി യാ റസൂലല്ലാഹ്, എന്താണ് ഈ ഉലുഹിയത്ത് റസൂലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുന്നത അബീക്കും ഇബ്രാഹിം അലൈഹിസ്സലാം, നമ്മുടെ ആദർശ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ മാതൃകയാണ്, സുന്നത്താണ്. ഫമാലന യാ റസൂലല്ലാഹ്, ഫമാലന, എന്താണ് ഞങ്ങൾക്കതിന്? ഫമാലന, അതിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബികുല്ലി ശഅരിൻ, അതിലെ ഓരോ രോമത്തിലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ബികുല്ലി ശഅരിൻ ഹസന, അതിൽ ഓരോ രോമത്തിനും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് എന്താണ്? അടുക്കരുത് എന്ന്. ഈദ് മുസല്ലയിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞ് ഒരു പ്രയോഗം നടത്തുമ്പോൾ അത് ഗൗരവമായി. മറ്റൊരു പ്രയോഗം നടത്തുന്ന അതിൻ്റെ ശ്രേഷ്ഠതയാണ് പറയുന്നത്, അതിൻ്റെ ഓരോ രോമത്തിനും ശ്രേഷ്ഠതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും പുണ്യകരമായ ഒരു കാര്യം. അപ്പോൾ നമ്മൾ പരമാവധി ഇവിടെ അതിൻ്റെ ഷെയറിൻ്റെ പൈസ എത്രയാണെന്ന് ചോദിച്ചിട്ട് നമ്മളതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക, അതിൻ്റെ ഭാഗവാക്കാവുക. പക്ഷേ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹജ്ജിലാണ് ഇത് സംബന്ധമായിട്ട് പറയുന്നത്. അവിടെ ഹജ്ജിൽ ഈ വിഷയം പറയുന്ന സമയത്ത് സൂറത്ത് ഹജ്ജിലെ 34, 5, 6, 7 ആയത്തുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അല്ലദീന യദ്കുറുന ഇദാ ദുക്കിറല്ലാഹു വജിലത്തു, അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്തു ഖുലൂബും, അല്ലാഹ് എന്ന് കേട്ടാൽ ഹൃദയം പടക്കുന്ന ആളുകളാണ് അവർ. അവിടെ ആ ആയത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. അള്ളാഹു എന്ന് കേൾക്കുമ്പോഴേക്കും ഹൃദയം പടക്കുക. എന്തിനാണ് പടക്കുന്നത്? ഹൃദയം പടക്കാണ്, ഹൃദയം ഇങ്ങനെ പ്രകമ്പനം കൊള്ളുന്നു. എന്തിന് പ്രകമ്പനം കൊള്ളുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹം കാരണം, അള്ളാഹുവിനോടുള്ള സ്നേഹ ബഹുമാന ആദരവുകൾ കാരണം
ഹൃദയത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനാണ് ഏറ്റവും വലിയ സ്ഥാനം, സമ്പത്തിനല്ല. അപ്പൊ ആ വിശ്വാസിയുടെ ഹൃദയം പിടക്കുകയാണ്. എന്തിനാ പിടക്കുന്നത്? ഈ ആയത്തിൽ പറയുന്ന വിഷയം എന്താ? അള്ളാഹു എന്താ പറഞ്ഞത് അത് നടപ്പിലാക്കാൻ ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു അങ്ങനെ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. അതാണ് സഹാബത്ത് എന്ന് പറഞ്ഞാൽ. അള്ളാഹു അങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പോഴേക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് മദ്യത്തിന്റെ പുഴ മദീനയിൽ ഒഴുകിയത്. ചരിത്രം നമ്മൾ പഠിച്ചത് ഒറ്റ സെക്കൻഡ്. വലിയ പ്രസംഗമൊന്നും സഹാബത്തിന് മുമ്പിൽ ആവശ്യമില്ല. സഹാബത്തിന് മുമ്പിൽ വലിയ പ്രസംഗം റസൂലുള്ളാഹി നടത്തിയിട്ടില്ല. അള്ളാഹു വിരോധിച്ചു, എൻ്റെ റബ്ബിന് ഇഷ്ടല്ലേ, ഒറ്റടിക്ക് തള്ളി. കാരണം എന്താ? അള്ളാഹു നിരോധിച്ചതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അവരുടെ ഹൃദയം പ്രകമ്പനം കൊള്ളുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനായിട്ട് പുറപ്പെടണം എന്ന് പറഞ്ഞപ്പോ ഉടനെ സഹാബത്ത് പുറപ്പെടുകയാണ്. എന്താ കാരണം? അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി പുറപ്പെടുക എന്ന് പറയുമ്പോൾ ആ സ്വന്തം ജീവൻ പോലും അള്ളാഹുവിന് കൊടുക്കാൻ അവരുടെ ഹൃദയം ഇങ്ങനെ പിടക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവമാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാൻ അവരുടെ മനസ്സിങ്ങനെ പിടഞ്ഞുകൊണ്ടിരിക്കും. ഇനി നമ്മൾ പറയും അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിട്ട് ഈ ആയത്തിന് ശേഷമാണ് ഉലുഹിയത്തിനെ സംബന്ധിച്ച് പറയുന്നത്. ചില ഹദീസിനെ തന്നെ നിഷേധിക്കുന്ന ആളുകൾ. ഹദീസ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ജീവിതമാണ്. അതിൽ ഖുർആനിനോട് യോജിക്കാത്ത നമ്മൾ തള്ളാൻ വേണം. വിശുദ്ധ ഖുർആനിന്റെ അടിത്തറയോട് യോജിക്കാത്ത ഹദീസുകൾ എന്ന പേരിൽ വന്നിട്ടുള്ള ഒരുപാട് മറ്റേ ഖുർആനിന്റെ അടിത്തറയെ തകർക്കുന്ന, പ്രവാചകനെ അവഹേളിക്കുന്ന ഒരുപാട് ഹദീസുകൾ എന്ന പേരിൽ രൂപപ്പെട്ട പലതുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹ്ർ ബാധിച്ചു എന്നത് സ്വഹീഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹദീസിലുണ്ട്. നമുക്ക് സ്വീകരിക്കേണ്ടില്ല, കാരണം അത് ഖുർആന്റെ അടിത്തറയ്ക്ക് എതിരാണ്. അപ്പൊ ഖുർആനിന്റെ അടിത്തറയ്ക്ക് എതിരാവാത്ത, ഖുർആനിനോട് യോജിക്കുന്ന സ്വഹീഹായ ഹദീസുകളെ നമ്മൾ സ്വീകരിക്കണം. അതിനെ വരെ തള്ളുന്ന ചില ആളുകളുണ്ട്. അവർ പറയണതാ ബലികർമ്മമേ ഇസ്ലാമിൽ ഇല്ല എന്ന് അവർ പറയുന്നത്. ഖുർആനിന്റെ രസം യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, ബലികർമ്മത്തെ കുറിച്ചാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. ബലികർമ്മത്തിന്റെ രീതിയും കൂടി ഈ സൂറത്ത് ഹജ്ജിലെ 34, 35, 36, 37 ആയത്തിൽ പറയുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ചില ആളുകൾ എന്ത് ചെയ്യാണ്, ഈ ഉലുഹിയത്തിൻ്റെ പിന്നെ ഇറച്ചിനെ പറ്റി പിന്നെ ഭയങ്കര ചർച്ചയാണ്. ആ ഇറച്ചി 3-ൽ 1 ആക്കണോ അതോ 3-ൽ 2 ആക്കണോ, അത് മറ്റേ അവർക്ക് എത്ര കഴിക്കാൻ പറ്റും, അതുപോലെ തന്നെ അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല, അതിൻ്റെ തോലെന്ത് ചെയ്യും, അതിൻ്റെ എല്ലെന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇറച്ചി അള്ളാഹിന്റെ അടുക്കൽ എത്തിയിട്ടില്ല. അള്ളാഹ് പറയും, നിങ്ങൾ ഇറച്ചിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഞാനും നിങ്ങളും അറവ് നടത്തുമ്പോൾ ആ അറവ് മൃഗത്തിന്റെ ഇറച്ചിയോ അതിന്റെ രക്തമോ അതിന്റെ ഇറച്ചിയും അതിന്റെ രക്തവും അള്ളാഹുവിന്റെ അടുക്കൽ എത്തിയിട്ടില്ല. അത് ഒരിക്കലും എത്തൂലല്ലോ. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ ഹൃദയത്തിന്റെ തഖ്വയുണ്ടല്ലോ. അള്ളാഹുവെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ തയ്യാറായ അതിൻ്റെ ഓർമ്മ പുതുക്കലിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ എൻ്റെ താല്പര്യങ്ങൾ മുഴുവൻ അള്ളാഹുവെ നിനക്ക് വേണ്ടി ഞാൻ ബലിയർപ്പിക്കാൻ, നിനക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണ്, എനിക്കതിന് സാധിക്കണം, ഞാൻ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു എന്ന ഹൃദയത്തിന്റെ ആത്മാർത്ഥമായ തേട്ടമുണ്ടല്ലോ, ആ തേട്ടമാണ് അള്ളാഹുവിന്റെ അടുക്കൽ എത്തുന്നത്. ആ ആഗ്രഹം, അതിന്റെ പ്രതീകമാണ് ബലിയെറുക്കൽ. അല്ലാതെ ബലിയെടുത്തിട്ട് ആ ഇറച്ചിനെ പറ്റിയുള്ള ചർച്ച അല്ല. ലാ യൻഹാകുമുല്ലാഹ് അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചിട്ടില്ല, വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളെ നിങ്ങളുടെ സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത, നിങ്ങളെ അള്ളാഹു ദീനിന്റെ പേരിൽ നിങ്ങളുമായി യുദ്ധം ചെയ്യാത്ത ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, നിങ്ങൾ അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം, നിങ്ങൾ അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം, നിങ്ങൾ അവരുടെ നീതി കാണിക്കണം. അവിടെ നമ്മൾ അമുസ്ലിങ്ങൾക്ക് ഉലുഹിയത്തിന്റെ ഇറച്ചി കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ചർച്ച ഖുർആനിനെതിരല്ലേ. കാരണം എന്താ? നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, ദീനിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത മുഴുവൻ മനുഷ്യർക്കും നിങ്ങൾ അൻതബറൂഹും വതുഖ്സിതു ഇലൈഹിം, നിങ്ങൾ അവർക്ക് നന്മ ചെയ്യണം എന്ന് അള്ളാഹു പറയുകയാണ്.
നിങ്ങളാണ് അവരോട് അനീതി കാണിക്കരുത്. തീർച്ചയായും അല്ലാഹു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതിമാന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഈ ഇറച്ചിനെ പറ്റിയിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ചർച്ച നടത്തേണ്ട ആവശ്യമുണ്ട്. ബലികർമ്മം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. അതിന്റെ ഇറച്ചിയുടെ ചർച്ചയല്ല, മറിച്ച് ആ ഒരു മനസ്സ്, അള്ളാഹുവെ നിനക്ക് വേണ്ടി എന്ന മനസ്സാണ് അവിടെ ചർച്ച. ആ മനസ്സാണ് വേണ്ടത്. അപ്പൊ ആ ബലികർമ്മത്തെ നിഷേധിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ തന്നെ തള്ളുകയല്ലേ, ഖുർആനിന്റെ അടിത്തറയെ തന്നെ എതിർക്കുന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല, ഈ ആയത്തിൽ തന്നെ പറയുന്നുണ്ട് വാതിഉൽ ഖാനിയ വൽ മുഅ്തറ ഫകുലൂ മിൻഹാ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. വാതിഉൽ ഖാനിയ, അതുപോലെ തന്നെ ചോദിച്ചു വരുന്നവർ, വൽ മുഅ്തറ ചോദിച്ചു വരുന്നവർക്കും അതുപോലെ തന്നെ മിസ്കീന്മാർക്കും നിങ്ങൾ കൊടുക്കുകയും ചെയ്യുക. അപ്പൊ ഇത് മൂന്നിൽ ഒന്ന് എന്നുള്ള കണക്കൊന്നുമില്ല. 3-1 എന്നുള്ള കണക്ക് ഒരു അഭിപ്രായം രൂപീകരിക്കുക മാത്രമാണ് ചെയ്തത്. മറിച്ച് ആ ഇറച്ചി എന്താണ് ചെയ്യേണ്ടത്? പാവങ്ങൾക്ക് കൊടുക്കുക, ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കുക. ചോദിച്ചു വരുന്നവർക്ക് കൊടുത്തിട്ട് ചിലപ്പോൾ മുസ്ലിങ്ങൾ ഉണ്ടാവൂലേ. ചോദിച്ചു വരുന്ന നമ്മുടെ വീട്ടിൽ നമ്മളുമായിട്ട് നല്ല സഹകരണം നടത്തുന്ന, നമ്മളുമായി സ്നേഹബന്ധത്തിലുള്ള അമുസ്ലിങ്ങളായ പാവപ്പെട്ട സഹോദരന്മാരുണ്ട്. ഇപ്പൊ നമ്മളൊരു പരിസരത്ത് ചിലപ്പോൾ 50 വീടുണ്ടായിരിക്കും. നമ്മളൊരു 2-3 പോത്തിന് അറുത്തിട്ടുണ്ടാവും ഉലുഹിയത്തിന്റെ ഭാഗമായിട്ട്. നമ്മളെല്ലാവരും 5-6 കിലോ ഇറച്ചി നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് കിട്ടി. ഫകുലൂ മിൻഹാ, ചോദിച്ചു കുറച്ച് ആളുകളൊന്നും അവർക്ക് കൊടുത്തു. പിന്നെ അയൽവാസികളായ 4-5 ആളുകൾ അവിടെ ഉണ്ട്. അവർ പാവങ്ങളാണ്, വളരെ കഷ്ടപ്പെട്ട് പ്രയാസമായിട്ടോട് ജീവിക്കുന്ന ആളുകളാണ്. അവരെന്താണ്, നമ്മളോട് ചോദിക്കാനൊന്നും ഒന്നുമില്ല. അവർ അമുസ്ലിങ്ങളായിരിക്കാം ഒരു പക്ഷെ ഖുർആൻ എന്താ പറഞ്ഞത്? നിങ്ങൾ അവരുടെ നീതി കാണിക്കണം. നമ്മളെല്ലാവരും വയറ് നിറച്ച് പോത്തിറച്ചി നിന്ന് ഉലുഹിയത്തിനിറച്ചി, പക്ഷെ നമ്മുടെ ആ പരിസരത്ത് 4-5 അമുസ്ലിങ്ങളായ സഹോദരന്മാർ ജീവിക്കുമ്പോൾ നമ്മൾ അവർക്ക് ഇറച്ചി കൊടുക്കാൻ നമ്മൾ ഇങ്ങനെ തിന്നു. അതെങ്ങനെ നീതിയാകും? അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുമോ? വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബലികർമ്മം എന്നത് ഇസ്ലാമിന്റെ ബേസാണ്. ഇതിന്റെ ഉദ്ദേശം എന്താ? ഇറച്ചിയോ അറവോ അല്ല. ഇതിന്റെ ഉദ്ദേശം നമ്മുടെ മനസ്സ്, അള്ളാഹുവേ നിനക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജീവിതം സർവവും തൻ്റെ മകൻ എല്ലാമായ മകനെ സമർപ്പിക്കാൻ തയ്യാറായില്ലേ, അതുപോലെ ഞാനും എൻ്റെ ജീവിതം അള്ളാഹുവേ നിനക്ക് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണ്. പിന്നെ ആ ഇറച്ചി പിന്നെ ഈ ഇറച്ചി എന്തൊക്കെയുണ്ടത്? അത് പാവങ്ങൾക്ക് കൊടുക്കുക, നമ്മൾ കുറച്ച് കഴിക്കുക. ചോദിച്ചു വരുന്നവർക്കും എല്ലാ പാവങ്ങൾക്കും അവിടെ യാതൊരു തരത്തിലുള്ള ഒരു വ്യത്യാസങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളുടെ, അള്ളാഹുവിന് ഭയപ്പെടുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളുടെ സ്വഭാവമാണ് എന്ത്? അള്ളാഹു പറഞ്ഞ കാര്യം ഉടനെ നടപ്പിലാക്കുക. അതിൻ്റെ പുണ്യവും ശ്രേഷ്ഠതയും മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ ഗൗരവം, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും തന്നെ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഉലുഹിയത്തിൻ്റെ കാര്യങ്ങൾ അത് സംബന്ധമായിട്ട് അത് ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച മുഴുവൻ വീഴ്ചകളും കുറ്റങ്ങളും കുറവുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടുപോയ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ അള്ളാഹു അവരോട് കാരുണ്യവും നീതിയും കാണിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ശത്രുക്കളെ, മാനവികത ശത്രുക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്, അവരുടെ മേൽ ശിക്ഷ, അവരുടെ മേൽ അദാബ് ചൊരിയുന്നത് കാണുവാനുള്ള അത് കണ്ട് സന്തോഷിക്കുവാനുള്ള കൺകുളിർമ അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികമായി, മാനസികമായി, കുടുംബപരമായി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അള്ളാഹുവെ അവർക്ക് എല്ലാവർക്കും നീ സ്വബർ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു ഈമാനിൻ്റെ കരുത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ അവർക്ക് എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങളിൽ നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ മഹത്തായ ആഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും, നല്ല നല്ല ആഗ്രഹങ്ങൾ, നല്ല നല്ല ഹലാലായ ഉദ്ദേശങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകളാണ്. പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. ആ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ഞങ്ങളുടെ നല്ല ആഗ്രഹങ്ങൾ നീ പൂർത്തീകരിച്ചു തരണേ തമ്പുരാനെ. അള്ളാഹുവെ ഉഖ്റവിയായ പണ്ഡിതന്മാരെ കൊണ്ട് അള്ളാഹുവെ ഞങ്ങളെ നീ ഐക്യപ്പെടുത്തണമേ തമ്പുരാനെ. ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ നേതൃത്വം കൊണ്ട് ഈ സമുദായത്തിനെ അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവെ
ഇബ്രാഹിമി മില്ലത്തിലായിക്കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലായിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനും അവസാനം യഥാർത്ഥ മുസ്ലിമായി ഈ ലോകത്തോട് വിട പറയുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം തമ്പുരാനെ. അള്ളാഹുവെ, ഖബർ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളുടെ മുൻഗാമികളെയും നീ രക്ഷപ്പെടുത്തി നീ ഔദാര്യം കാണിക്കണം തമ്പുരാനെ. അള്ളാഹു വിചാരണ കെടുതിയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മുൻഗാമികളെയും ഞങ്ങളുടെ തലമുറകളെയും നീ കാത്തുരക്ഷിക്കണേ നാഥാ. ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണേ റബ്ബേ. അള്ളാഹുവെ, അവസാനം നരകശിക്ഷയുടെ കാഠിന്യത്തിൽ നിന്ന് ഭയാനകതയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മുൻഗാമികളെയും ഞങ്ങളുടെ തലമുറകളെയും നീ രക്ഷപ്പെടുത്തി അവസാനം നിൻ്റെ സ്വർഗീയ ഭവനത്തിൽ സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.